ഭർത്താവിനോട് ഭയങ്കര സ്നേഹമുള്ള ഭാര്യമാരെ കാണാറില്ലേ? അവർ ഭക്ഷണം കഴിച്ചോ എന്നും വെള്ളം കുടിച്ചോ എന്നുമൊക്കെ എപ്പോഴും വിളിച്ചു ചോദിക്കുന്നവർ, അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നവർ. കോഴിക്കോട് ഭർത്താവിന് ലഹരി എത്തിച്ചു നൽകിയ ഒരു ഭാര്യയെക്കുറിച്ചും കേട്ടോ. ജയിലിൽ കഴിയുന്ന ഭർത്താവിന് നൽകാൻ എണ്ണക്കുപ്പിയിൽ ഹാഷിഷ് ഓയിലുമായി എത്തിയ യുവതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പിടിയിലായത്. പാരച്യൂട്ടിൻ്റെ കുപ്പിയിൽ 28 ഗ്രാം ഹാഷിഷ് ഓയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വയനാട് സ്വദേശിയായ അശ്വതിക്ക് പിടിവീഴുകയായിരുന്നു. രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായി ആശുപത്രിയിലെത്തി ചികിത്സയ്ക്കെത്തുന്ന തടവുകാർ വഴി ലഹരി മരുന്ന് ജയിലിലേക്ക് കടത്താനായിരുന്നു യുവതിയുടെ നീക്കം. സിനിമാ കഥകളെ വെല്ലുന്ന ലഹരിക്കടത്ത് ആസൂത്രണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലീസിന്റെ കർശന പരിശോധനയിൽ പൊളിഞ്ഞു വീണത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായാണ് വയനാട് സ്വദേശിനിയായ അശ്വതി മെഡിക്കൽ കോളേജിലെത്തുന്നത്. എന്നാൽ രോഗിയെ പരിചരിക്കൽ ആയിരുന്നില്ല അശ്വതിയുടെ യഥാർത്ഥ ലക്ഷ്യം. ജയിലിൽ കഴിയുന്ന ഭർത്താവിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുക എന്നതായിരുന്നു അശ്വതിയുടെ പദ്ധതി. ആശുപത്രിയിലെ 41-ാം വാർഡിൽ കേന്ദ്രീകരിച്ച് ജയിലിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി എത്തിക്കുന്ന തടവുകാരെ കാത്തു നിൽക്കുകയായിരുന്നു അശ്വതി. ഈ തടവുകാർ വഴി ജയിലിനുള്ളിലേക്ക് ലഹരി കടത്താനായിരുന്നു പ്ലാൻ. എന്നാൽ അശ്വതിയുടെ സംശയാസ്പദമായ നീക്കങ്ങൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ കണ്ടത് എണ്ണക്കുപ്പിയിൽ നിറച്ച 28 ഗ്രാം ഹാഷിഷ് ഓയിലാണ്. യുവതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനു മുൻപും ഇത്തരത്തിൽ ജയിലിലേക്ക് ലഹരി കടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ പാലക്കാട് ഒറ്റപ്പാലത്ത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന 2 യുവാക്കളെ പോലീസ് പിടികൂടി. ചുരങ്ങാട് സ്വദേശി മുഹമ്മദ് ഷഹീം, മുളത്തൂർ സ്വദേശി സദാനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും MDMAയും ഇലക്ട്രോണിക് ത്രാസും 2 മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്നാണ് ലഭിക്കുന്ന വിവരം. ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന നടന്നത്. ഇവർക്ക് മയക്കുമരുന്ന് എവിടെ നിന്ന് ലഭിക്കുന്നു, ആരൊക്കെയാണ് കണ്ണികൾ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്, പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.